കോഴിക്കോട് താമരശ്ശേരിയിലെ അറവ് മാലിന്യ സംസ്കരണ പ്ലാന്റായ ഫ്രഷ് കട്ട് അടച്ചുപൂട്ടാനുള്ള മലിനീകരണ നിയന്ത്രണ കൺട്രോൾ ബോർഡ് ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു. ഉടമകൾ നൽകിയ ഹർജിയിലാണ് ഈ സ്റ്റേ. മലിനീകരണ നിയന്ത്രണ ബോർഡും ജില്ലാ കളക്ടറും സ്ഥലത്ത് നാളെ പരിശോധന നടത്താൻ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്നും അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. വിഷ്ണു, ഉടമകൾ നൽകിയ ഹർജി പരിഗണിച്ചാണ് ഇപ്പോൾ ഈ സ്റ്റേ ഹൈക്കോടതിയിൽ നിന്നും വന്നിരിക്കുന്നത്. ഫ്രഷ് കട്ടിന് താൽക്കാലിക ആശ്വാസം എന്ന് വേണമെങ്കിൽ പറയാം. ഇന്നലെ പ്രദേശവാസികൾ ഈ ഉത്തരവ് വന്നതിന് പിന്നാലെ വലിയ ആഹ്ലാദത്തിലായിരുന്നു. ഈ പ്ലാന്റ് പൂട്ടും എന്ന രീതിയിലുള്ള പ്രതികരണങ്ങളെല്ലാം വന്നതിന് പിന്നാലെ. പക്ഷേ ഇപ്പോൾ ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെടുന്നു. ഉടമകൾക്ക് അനുകൂലമായ ഒരു ഉത്തരവാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. വിശദാംശങ്ങൾ പറയും. പ്രജിനി, ഫ്രഷ് കട്ടുമായി ബന്ധപ്പെട്ട പ്രദേശത്ത് വലിയ വിവാദങ്ങളും വലിയ പ്രതിഷേധങ്ങളും ഒക്കെ നടന്നിരുന്നതാണ്. പോലീസ് ഏറ്റുമുട്ടലടക്കം ഈ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെയാണ് നീണ്ട പ്രതിഷേധങ്ങൾക്കൊടുവിൽ ഫ്രഷ് കട്ട് പൂട്ടാൻ തീരുമാനം മലിനീകരണ നിയന്ത്രണ ബോർഡ് സ്വീകരിച്ചു. ഇന്നലെയാണ് അത്തരത്തിലൊരു ഉത്തരവ് പുറത്തിറങ്ങിയത്. പക്ഷേ ആ ഉത്തരവ് ചോദ്യം ചെയ്ത് ഉടമകൾ ഹൈക്കോടതിയിലേക്ക് എത്തുകയായിരുന്നു. ഇന്ന് സിംഗിൾ ബെഞ്ച് ഉടമകളുടെ ഹർജി പരിഗണിച്ചു. അതിന്മേലാണ് ഇപ്പോൾ അടിയന്തര സ്റ്റേ അനുവദിച്ചിരിക്കുന്നത്. സ്റ്റേ അനുവദിക്കുക മാത്രമല്ല, നാളെ തന്നെ സംയുക്ത പരിശോധന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെയും ജില്ലാ കളക്ടറുടെയും സംയുക്ത പരിശോധന അവിടെ നടത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ പരിശോധനാ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അന്തിമ തീരുമാനമെടുക്കാനാണ് ഇപ്പോൾ ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. പ്രജിൻ, ശരി. വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.